വേനൽക്കാലം വരുമ്പോൾ ഈ പക്ഷികളുടെ കളകളനാദം വർദ്ധിക്കുന്നു, മനസ്സിൽ ഇടം നേടുന്നു. കുയിലിന്റെ നാദം വളരെ രസകരവും മാധുര്യമുള്ളതുമാണ്. അതുപോലെ മറ്റൊരു പക്ഷി കൂടിയുണ്ട്, അതിന്റെയും സ്വരം വളരെ മാധുര്യമുള്ളതാണ്. നമുക്ക് ചുറ്റും തന്നെയുണ്ട് ആ പക്ഷി. പച്ച നിറവും ചുവന്ന ചുണ്ടുകളും. ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? തത്ത. ഈ രണ്ട് പക്ഷികളും നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവയാണ്, മനസ്സിന് ശാന്തി നൽകുന്നു. എന്നാൽ ഇവർ രണ്ടുപേർക്കുമിടയിൽ വലിയ വ്യത്യാസമുണ്ട്. കുയിൽ ഈ ലോകത്ത് സ്വതന്ത്രമായി ജീവിക്കുന്നു, എന്നാൽ തത്ത പലപ്പോഴും നമ്മുടെ ഗൃഹങ്ങളിലെ കൂടുകളിൽ ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തായിരിക്കും കാരണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം കുയിൽ സ്വന്തം ഇഷ്ടപ്രകാരം പാടുന്നു, എന്നാൽ തത്ത മറ്റൊരാൾ പറയുന്ന കാര്യത്തെ അനുകരിക്കുന്നു. ആര് സ്വന്തം വിചാരങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവോ, സ്വന്തം ആത്മാവിനെ കേൾക്കുന്നുവോ, എങ്കിൽ മനസ്സ് പറയുന്ന പോലെ അവർ പ്രവർത്തിക്കും. അവർ ഈ ലോകത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതാണ്. ആത്മസമർപ്പണം കൂടാതെ ആര് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നുവോ അവർ ബന്ധിയായി തീരുന്നു. അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും തിരിച്ചറിവുണ്ടാകും. നിങ്ങൾ ആരാകുവാനാണ് ആഗ്രഹിക്കുന്നത്? കുയിലാണോ അതോ തത്തയോ? തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. രാധേ രാധേ.